ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ രണ്ടാമത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ്. ആദ്യത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണേണ്ടതാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ടോ അതിന് ശേഷമുള്ള ആഴ്ച തൊട്ടോ നമ്മുടെ കോമണേഴ്സിനുള്ള പ്രൊമോ വരും. കോമണേഴ്സിന് വേണ്ടി ഒരു അഗ്നിപരീക്ഷ ഉണ്ട്. അപ്പം അതിനെ ഏഷ്യാനെറ്റ് പ്രൊമോ ഇറക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പോയി അതിൽ പറയുന്ന പോലെയെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ വന്ന കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. ഒരു 10 പേരുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ വ്യക്തി ആരാണെന്ന് വെച്ചാൽ നെലീഫ്. നമുക്കറിയാം, മോയരാഗം സീരിയലിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നായകനായി മാറിയ നെലീഫ് ആ പുള്ളിക്കാരൻ ആക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി ജസീല പർവീൻ. സ്റ്റാർ മാജിക്കിലൂടെ എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തി കൂടിയാണ്. വന്ന് കൊള്ളാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നോക്കാം, കൊള്ളാമെന്നുണ്ട്. മൂന്നാമത്തെ വ്യക്തി, അതായത് നമ്മുടെ ആദിത്യൻ ജെയിൻ. പുള്ളിക്കാരൻ ആക്ടറാണ്. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ കുറേ അധികം വരുന്നുണ്ടായിരുന്നു. നമുക്കെന്തായാലും നോക്കാം. നാലാമത്തെ ആൾ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം രേഖ രതീഷ്. ഏഷ്യാനെറ്റിലൂടെ എല്ലാവരുടെയും മനം കവർന്ന ഒരു സീനിയർ നടിയാണ് രേഖ രതീഷ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ വ്യക്തി ആരാണെന്ന് വെച്ചാൽ യുവ കൃഷ്ണ. ആക്ടറാണ്, സീരിയൽ നടൻ കൂടിയാണ്. നമുക്ക് വരുമെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ആറാമത്തെ വ്യക്തി ആരാണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും സുപരിചിതയായ ഗ്ലാമി ഗംഗ. ഇൻഫ്ലുവൻസറാണ് ഈ താരം. ബിഗ് ബോസിൽ വന്നാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഏഴാമത്തെ വ്യക്തി ആരാണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും സുപരിചിതയായ ബിജു സോപാനം. പുള്ളിക്കാരൻ ഉപ്പുമുളകും സീരിയലിലൂടെയാണ് എല്ലാവരും നന്നായി അറിയാൻ തുടങ്ങിയത്. നല്ലൊരു ആക്ടറാണ്, വന്നാൽ നല്ലതായിരിക്കും. പിന്നെ എട്ടാമത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ ദീപ്തി കല്യാണി. ട്രാൻസ്മൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ദീപ്തി കല്യാണം വരണമെന്ന് എനിക്കുണ്ട്. പിന്നെ ഒമ്പതാമത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസറാണ് നമ്മുടെ ഷ്യാമ്. ഇൻഫ്ലുവൻസറും യൂട്യൂബറും ഫൺ വീഡിയോസൊക്കെയാണ്. ആൾ ഭയങ്കര വൈറലാണ്. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 10ാമത്തെയും അവസാനത്തെയുമായ വ്യക്തി ഞാൻ പറയുന്നത് ശിവാംഗി. തമിഴ് റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്കും തമിഴ്നാട്ടുകാർക്കും സുപരിചിതയായ വളരെ നല്ലൊരു കുട്ടിയാണ് ശിവാംഗി. നമുക്ക് നോക്കാം വരുമെന്ന്. അപ്പോൾ ഈ 10 പേരുടെ പേരാണ് ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞത്. അതിന് മുന്നേ ഞാൻ വേറെ 10 പേരുടെ പേര് ഓൾറെഡി പറഞ്ഞ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ അടുത്തൊരു 10 പേരുമായിട്ട് വരുന്നതാണ്. എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇതാണ്, നമുക്ക് നോക്കാം. ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു 10 പേരുമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്, അല്ലാതെ കൺഫേം ലിസ്റ്റൊന്നുമല്ല. നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമേ പറയാൻ കഴിയൂ. കൺഫേം ലിസ്റ്റ് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകളെല്ലാം അറിയിക്കുന്നതാണ്. ഏത് ഡേറ്റിലായിരിക്കും വരിക, പിന്നെ എപ്പോഴാണ് കോമണേഴ്സിനുള്ള പുതിയ പ്രൊമോ വരിക, അതെല്ലാം നമുക്കെന്തായാലും എനിക്ക് കണ്ടറിയണം. അപ്പം ഞാൻ കൂടുതലൊന്നും വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ ശരി ഗായ്സ്, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.